കേരളം വീണ്ടും ഒരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഭരണ തുടർച്ചയുടെ മറ്റൊരു ചരിത്രം കുറിക്കാൻ LDFും ജീവൻ മരണ പോരാട്ടത്തിനായി UDFും പതിവ് വർഗീയ കാർഡുകളുമായി BJPയും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ അടുക്കുംതോറും രാഷ്ട്രീയ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുതരം അസാധാരണമായ പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുന്നണികളുടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ ക്യാമ്പുകളുടെ നെഞ്ചെടുപ്പ് പുറത്ത് കേൾക്കാവുന്ന അവസ്ഥയിലാണ്. കാരണം അവർക്കറിയാം ഇത് പഴയ കേരളമല്ല എന്ന്. വെറുതെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ പുകമറ സൃഷ്ടിച്ച് വോട്ട് തട്ടാമെന്ന പഴയ കോൺഗ്രസ് തന്ത്രം ഇവിടെ ഇനി വിലപ്പോകില്ല. എങ്കിലും അവസാനത്തെ അടവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജനങ്ങളെ ഇളക്കി മറിക്കാൻ വലിയൊരു ലക്ഷ്യത്തോടെ ഒരു യാത്ര തുടങ്ങി. പുതുയുഗയാത്ര. പേര് കേട്ടതൊന്നും കേരളത്തിൽ ഇന്നുവരെ വികസനമൊന്നും നടന്നിട്ടില്ല. സതീശൻ്റെ വരവോടെയാണ് ഒരു പുതുയുഗം പിറക്കാൻ പോകുന്നതെന്ന്. ഈ യാത്രയിലൂടെ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കി വിടാമെന്നായിരുന്നു കോൺഗ്രസ് ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ മൈക്കിന് മുന്നിൽ നിന്ന് സതീശനും കൂട്ടരും വിടുന്ന ഓരോ നുണ ബോംബുകളും അതിനു മുൻപ് തന്നെ ഇടതുപക്ഷം ഡാറ്റകൾ വച്ച് അക്കമിട്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കണക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വിയർക്കുകയാണ്. അതിനിടയിലാണ് അടുത്ത അവകാശവാദവുമായി BJP രംഗത്തെത്തുന്നത്. ഇത്തവണ കേരളത്തിൽ 10ഓളം സീറ്റുകൾ തങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് അവരുടെ പുതിയ വീരവാദം. കുറച്ചു നാളുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിൻ്റെ ആവേശത്തിലാണ് തലസ്ഥാനത്തെ BJP നേതൃത്വം. കോർപ്പറേഷൻ പിടിച്ചതുപോലെ നിയമസഭയും പിടിക്കാമെന്ന വ്യാമോഹത്തിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ സകല സാധ്യതകളും അവർ പയറ്റി നോക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്കും കോൺഗ്രസിനും കൂടി വീതം വയ്ക്കാമെന്നും LDF തകർന്നടിയുമെന്നും അവർ പകൽക്കിനാവ് കാണുന്നുണ്ട് എന്ന് വ്യക്തം. അങ്ങനെ കോൺഗ്രസും BJPയും ഉൾപ്പെടുന്ന വലതുപക്ഷ ക്യാമ്പുകൾ മധുരക്കിനാവുകൾ കണ്ട് ഉറങ്ങാൻ കിടന്ന ഒരു രാത്രി. അടുത്ത ദിവസം നേരം പുലർന്നത് കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ഭൂകമ്പത്തിലേക്കാണ്. അതെ, UDFിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചുകൊണ്ട് LDFിൻ്റെ അത്യുഗ്രൻ ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക്. നേരം പുലർന്ന് ജനങ്ങൾ ഉമ്മറത്ത് വന്ന് പത്രമെടുത്തപ്പോൾ കണ്ടത് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് ഒരു കൊച്ചുകുട്ടി പോലും ചിന്തിക്കുന്ന ഒരു ഫ്രണ്ട് പേജാണ്. പിന്നീടാണ് മനസ്സിലായത് അതൊരു പരസ്യമാണെന്ന്. ഒരു സാധാരണ പരസ്യമല്ല. 10 വർഷം മുൻപ്, അതായത് സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളം ഏതവസ്ഥയിലായിരുന്നു എന്നതിൻ്റെ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായ തെളിവുകൾ സഹിതം തുറന്നു കാട്ടുന്ന 1-ാം പേജ് പരസ്യം. മറക്കാൻ ശ്രമിക്കുന്ന ഇരുണ്ട കാലത്തിൻ്റെ ഓർമ്മകൾ കുത്തിപ്പൊക്കുന്ന പോലെ. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രമുഖ വാർത്താ മാധ്യമങ്ങളിലും ആ പരസ്യം അച്ചടിച്ചു വന്നു. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. മലയാളത്തിലെ വലിയ പത്രങ്ങളായ മനോരമയിലും മാതൃഭൂമിയിലും മാത്രം ആ പരസ്യം കണ്ടില്ല. അതിൻ്റെ കാരണം വലിയ ഗവേഷണമൊന്നും കൂടാതെ തന്നെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മലയാളിക്കും മനസ്സിലാകും. തങ്ങളുടെ പൊന്നോമനകളായ UDFിൻ്റെ തനിനിറം ജനങ്ങൾ കാണരുതെന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ സ്ഥിരം അജണ്ടയും പക്ഷാപാതിത്വവും തന്നെയാണത്. പക്ഷേ അവർ വിചാരിച്ചാൽ തടയാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ക്യാമ്പയിൻ്റെ വ്യാപ്തി. അതിരാവിലെ വർത്തമാന പത്രങ്ങളിലൂടെ ഓരോ വീടുകളിലുമെത്തിയ ആ ഇരുണ്ടകാലം പരസ്യം അക്ഷരാർത്ഥത്തിൽ UDFിൻ്റെ തലയ്ക്ക് പിന്നിൽ കിട്ടിയ വമ്പൻ അടിയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ചായ കുടിക്കാൻ മറന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കാരണം ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് വെറും കെട്ടുകഥകളായിരുന്നില്ല, ഒരു ജനത അനുഭവിച്ച ദുരിതങ്ങളുടെ യഥാർത്ഥ പത്രവാർത്തകളായിരുന്നു. 10 വർഷം മുൻപുള്ള ആ കേരളത്തെ ജനങ്ങൾ ഒന്നുകൂടി ഓർത്തു. ജനറേറ്ററുകൾക്കും ഇൻവെർട്ടറുകൾക്കും വേണ്ടി നെട്ടോട്ടമോടിയ, ദിവസവും മണിക്കൂറുകളോളം നീണ്ടുനിന്ന പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും ഇരുണ്ട കാലം. അധ്യയന വർഷം പകുതി കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാതെ വലഞ്ഞ വിദ്യാർത്ഥികൾ. 600 രൂപ മാത്രമുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ പോലും 18 മാസത്തോളം നൽകാതെ സാധാരണക്കാരൻ്റെയും വയോധികരുടെയും കണ്ണീര് കുടിപ്പിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങൾ സകലതും 10 വർഷത്തിന് ശേഷം കൃത്യമായ ഡാറ്റകൾ വച്ച് LDF വീണ്ടും ജനങ്ങളുടെ ഓർമ്മയിലേക്ക് ഇട്ടുകൊടുത്തു. ഈ ഒരൊറ്റ നീക്കത്തോടെ LDF ലക്ഷ്യമിട്ടത് കൃത്യമായൊരു വോട്ട് ബാങ്കിനെയാണ്. തുടർച്ചയായി 2 തവണ ഭരിച്ച ഒരു സർക്കാരിനോട് സ്വാഭാവികമായും ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു മടുപ്പ് അഥവാ ഭരണവിരുദ്ധ വികാരം ഇത്തവണ എന്തായാലും UDFിന് വോട്ട് നൽകാം, ഒരു മാറ്റം വരട്ടെ എന്ന് കരുതിയ നിഷ്പക്ഷരായ വോട്ടർമാരെ പോലും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ
ഒരൊറ്റ പരസ്യം. മാറ്റം വന്നാൽ വീണ്ടും ആ പഴയ ഇരുണ്ട കാലത്തേക്കാണല്ലോ നമ്മൾ പോകുന്നത് എന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കാൻ ആ പരസ്യത്തിന് സാധിച്ചു എന്ന് ഉറപ്പിച്ചു പറയാം. ഇതിനു മുകളിൽ ഇനി എന്ത് വാഗ്ദാനം നൽകിയിട്ടും എന്ത് യാത്ര നടത്തിയിട്ടും ഒരു രക്ഷയുമില്ല എന്ന് UDFനും കോൺഗ്രസിനും നന്നായി മനസ്സിലായി. ഇതോടെ VD സതീശൻ്റെ സമനില തെറ്റി. പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം ആകെ കയർ പൊട്ടിയ അവസ്ഥയിലായി. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന ഗതികേടിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. ഈ തിരക്കഥയ്ക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളുടെ പോരാട്ടമാണ് ഏറ്റവും ശ്രദ്ധേയം. മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് നേതൃത്വം കോടികൾ വാരിയെറിഞ്ഞ് വലിയൊരു PR സംഘത്തെ കേരളത്തിൽ ഇറക്കിയിരുന്നു. കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസിനെ ജയിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ സുനിൽ കനഗോലുവും സംഘവും. കേരളത്തിൻ്റെ ഭരണം എങ്ങനെയെങ്കിലും പിടിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച കനഗോലു പോലും LDFൻ്റെ ഈ ഇരുണ്ട കാലം നീക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള അതിശക്തവും സൂക്ഷ്മവുമായ പ്രതിരോധമാണ് കേരളത്തിൽ LDF തീർക്കുന്നതെന്ന് സുനിൽ കനഗോലു കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കോടികൾ മുടക്കി ഒരു കോർപ്പറേറ്റ് ബുദ്ധികേന്ദ്രത്തെ കൊണ്ടുവന്നിട്ടും കേരളത്തിൽ ഒരു ഓളവും ഉണ്ടാക്കാൻ കഴിയാത്തതിലുള്ള കടുത്ത അമർഷം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. കനഗോലു തൻ്റെ IT സെല്ലുകളെ വെച്ച് ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു തരംഗം പോലും ആ ഒറ്റ ഇരുണ്ടകാലം പരസ്യം വന്നതോടെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞുവെന്ന് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഇവിടെയാണ് LDFൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ കോൺഗ്രസിൻ്റെ കോടികളുടെ കൺസൾട്ടൻസിയെ മലർത്തിയടിച്ചത്. മാധ്യമരംഗത്തെ അതികായകനും ഇടതുപക്ഷത്തിൻ്റെ മൂർച്ചയേറിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നവരിൽ പ്രധാനിയുമായ MV നികേഷ് കുമാറിൻ്റെ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. കനഗോലുവിൻ്റെ കൂർമ്മ ബുദ്ധിയെന്ന് കോൺഗ്രസ് വാഴ്ത്തിപ്പാടിയ സകല സ്ട്രാറ്റജികളെയും തൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ ടൈമിങ്ങിലൂടെ ഒറ്റ നീക്കത്തിൽ നികേഷ് കുമാർ തകർത്തു കളഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നാടിൻ്റെ പൾസറിയാത്ത കൺസൾട്ടൻസി ബുദ്ധിയല്ല, മറിച്ച് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തൊട്ടുണർത്തുന്ന സംഘടനാ ശേഷിയാണ് വലുതെന്ന് ഇടതുപക്ഷം വീണ്ടും തെളിയിച്ചു. ഏത് വിധേനയും ഇത്തവണ ജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ രംഗത്തിറങ്ങിയ സുനിൽ കനഗോലുവിന് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ കഴിയില്ല എന്ന ഒരുതരം കീഴടങ്ങൽ മനോഭാവമാണ് കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ളത്. തൻ്റെ തന്ത്രങ്ങളൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കിടയിലും ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ കരുത്തിന് മുന്നിലും വിലപ്പോകില്ലെന്ന നഗ്നമായ സത്യം അദ്ദേഹം AICC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഇരുണ്ടകാലം പരസ്യത്തിൻ്റെ പ്രകമ്പനം പശ്ചിമഘട്ടവും കടന്ന് അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ എത്തിയെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ മറ്റൊരു വസ്തുത. കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തെ ഫോണുകൾക്ക് വിശ്രമമില്ലായിരുന്നു എന്നാണ് വിവരം. ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നുമൊക്കെ തുടർച്ചയായ അന്വേഷണങ്ങളാണ് KPCC നേതൃത്വത്തെ തേടിയെത്തിയത്. ആരുടെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ എന്നതായിരുന്നു അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയേണ്ടിയിരുന്നത്. സ്വന്തം തട്ടകത്തിൽ കിട്ടിയ 8ൻ്റെ പണി എങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ശരിക്കും വിയർത്തു. ഈ പരിഭ്രാന്തിക്ക് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. 2027 ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. കോടികൾ മുടക്കി ഒരു കോർപ്പറേറ്റ് ഏജൻസി ഇറക്കിയിട്ടും കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയ ഈ ഒരൊറ്റ സർജിക്കൽ സ്ട്രൈക്കിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന വാർത്ത ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേടോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നാളെ തങ്ങളുടെ സംസ്ഥാനങ്ങളിലും ഭരണവിരുദ്ധ വികാരം മറയാക്കി വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇതേപോലെ തങ്ങളുടെ പഴയകാല ഭരണപരാജയങ്ങൾ എടുത്തുകാട്ടി എതിരാളികൾ തിരിച്ചടിച്ചാൽ എന്തു മറുപടി പറയുമെന്ന ഭയമാണ് ആ ഉത്തരേന്ത്യൻ നേതാക്കളുടെ ചോദ്യങ്ങളിൽ നിഴലിച്ചത്. LDFൻ്റെ ഈ മാസ്റ്റർ സ്ട്രോക്ക് കേവലം മലയാളം പത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ നടുവൊടിച്ചത്. മലയാളത്തിലെ 2 പ്രമുഖ പത്രങ്ങൾ ഈ പരസ്യം ഒഴിവാക്കിയെങ്കിലും കേരളത്തിൽ സ്വാധീനമുള്ള ദി ഹിന്ദു പോലുള്ള ദേശീയ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും അതിർത്തി ജില്ലകളിൽ വ്യാപകമായി വായിക്കപ്പെടുന്ന പ്രമുഖ തമിഴ് പത്രങ്ങളിലും ഈ ഇരുണ്ട കാലം 1-ാം പേജിൽ തന്നെ വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചു വന്നു. അതോടെ കാര്യങ്ങൾ പൂർണ്ണമായും UDFൻ്റെ കൈവിട്ടുപോയി. ദേശീയ മാധ്യമങ്ങൾ കൂടി ഇത് ഏറ്റെടുത്തതോടെ കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസമുള്ളവരിലേക്കും പ്രൊഫഷണലായ ആൾക്കാരിലേക്കും കൃത്യമായ ഡാറ്റകൾ സഹിതം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങൾ ചെന്നെത്തി. ഇരുണ്ട കാലത്തെ ലോഡ് ഷെഡിങ്ങും
മുടങ്ങിയ പെൻഷനും വിദ്യാർത്ഥികളുടെ കണ്ണുനീരുമൊക്കെ ഇംഗ്ലീഷിലും തമിഴിലും അടക്കം ചർച്ചയായതോടെ കോൺഗ്രസ് ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളുടെ സകല പ്രതിരോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലേക്ക് ഇത്രയധികം ആഴത്തിൽ തുളച്ചു കയറിയ, ഇത്ര വലിയൊരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മറ്റൊരു പരസ്യ ക്യാമ്പയിൻ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. അതായത് ചുരുക്കത്തിൽ, ഡാറ്റകൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കോൺഗ്രസ്, വികസനം കണ്ട് വിറളിയെടുത്ത പ്രതിപക്ഷ നേതാവ്, കോടികൾ വാങ്ങിയിട്ടും ഒന്നും ചെയ്യാനാകാതെ കൈമലർത്തുന്ന കൺസൾട്ടൻസി ഏജൻസികൾ, ഇതാണ് ഇന്നത്തെ UDFൻ്റെ അവസ്ഥ. മറുവശത്ത് തങ്ങളുടെ ഭരണ നേട്ടങ്ങളും പ്രതിപക്ഷത്തിൻ്റെ പഴയകാല ഭരണപരാജയങ്ങളും കൃത്യമായി ജനങ്ങളിലെത്തിച്ച് അനിഷേധ്യമായ ആത്മവിശ്വാസത്തോടെ തുടർഭരണത്തിലേക്ക് കുതിക്കുന്ന ഇടതുപക്ഷം. കോടികൾ കൊടുത്തു വാങ്ങിയ കോർപ്പറേറ്റ് ബുദ്ധിക്കും ഡാറ്റാ സയൻസിനും കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഉയർന്ന രാഷ്ട്രീയ സാക്ഷരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ലാപ്ടോപ്പും എക്സൽ ഷീറ്റുമായി വന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റിയ തന്ത്രങ്ങൾ അതേപടി ഇവിടെ ഇറക്കാമെന്ന് കരുതിയ സുനിൽ കനകോലുവിനെ ഇപ്പോൾ ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേരളമാണ്. ഇവിടെ വിലപ്പോകുന്നത് PR ഏജൻസികളുടെ പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ബോധമാണ്. LDFൻ്റെ ഇരുണ്ടകാലം എന്ന ആ ഒരൊറ്റ പരസ്യത്തിൽ തകർന്നടിഞ്ഞത് മാസങ്ങളെടുത്ത് കനകോലുവും കോൺഗ്രസ് IT സെല്ലും ചേർന്ന് കെട്ടിപ്പൊക്കിയ നുണകളുടെ വലിയൊരു ചീട്ടുകൊട്ടാരമാണ്.